യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ പല ആളുകളും വളരെ വിഷമത്തോടുകൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നെ ആർക്കും ആവശ്യമില്ലേ? നമുക്കറിയാം, മാനുഷിക ബന്ധങ്ങളെല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഒരാൾ മറ്റാളെ ആശ്രയിക്കുക, ഒരാൾക്ക് മറ്റൊരാളെ ആവശ്യമായി വരിക. ആ ആവശ്യത്തിലൂടെയാണ് മാനുഷിക ബന്ധങ്ങളെല്ലാം തന്നെ പണിയപ്പെട്ടിരിക്കുന്നത്. എന്നെ ഒരാൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുമ്പോൾ ആ ആൾ എന്നോടുള്ള ബന്ധം സൂക്ഷിക്കുകയും സ്നേഹിക്കുകയും വേണ്ടത് ചെയ്യുകയും ചെയ്യും. അതുപോലെ അവിടെ കരുതലുണ്ടാകും. അതേസമയം ആവശ്യമില്ലെങ്കിൽ അവർ നമ്മെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യത്തില്ല. അതുകൊണ്ട് പരസ്പരമുള്ള ആവശ്യങ്ങളും ആശ്രയങ്ങളുമാണ് നമ്മുടെ ബന്ധങ്ങൾ പറയുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ നമുക്കറിയാം, പല ആളുകൾക്കും ഈ ആവശ്യങ്ങൾ ഇല്ലാതെ വരുമ്പോൾ അവർ പലയിടത്തും ഒറ്റപ്പെട്ടു പോവുകയാണ്. ജീവിതത്തിൽ കഴിവുകളോ ധനമോ സ്വാധീനിക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആരും ആ വ്യക്തിയെ ആശ്രയിക്കുന്നില്ല, അല്ലെങ്കിൽ ആരും ആ വ്യക്തിയെ ഒരു ആവശ്യമായി എടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് സംസാരിക്കാനോ അവരുമായൊരു ബന്ധം പുലർത്തുവാനോ നമ്മൾ പരിശ്രമിക്കാറില്ല. ഇത് പച്ചയായ പരമാർത്ഥമാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് ഇതുപോലെയുള്ള ധാരാളം ചിന്തകൾ അല്ലെങ്കിൽ ഉപമകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ ബൈബിളിൽ ജോസഫിനെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ജോസഫിൻ്റെ സഹോദരന്മാരിൽ ഏറ്റവും ഇളയവനായിരുന്നു ജോസഫ്. പക്ഷേ അവൻ ഇളയവനായതുകൊണ്ട് തന്നെ അവൻ്റെ സഹോദരന്മാർക്ക് അവനെ അത്രയ്ക്ക് ആവശ്യമില്ലായിരുന്നു. പലപ്പോഴും ആർക്കും വേണ്ടാത്തതായ ജോലികൾ അവൻ ആ ഭവനത്തിൽ ചെയ്യാൻ തുടങ്ങി. അവൻ ഒറ്റപ്പെട്ടവനായി മാറി. പക്ഷേ തൻ്റെ ജീവിതത്തിൻ്റെ ആ കഥ നമ്മളോട് പറയുന്നത്, ദൈവത്തിന് ജോസഫിനെ ആവശ്യമായിരുന്നു. ആ ആവശ്യത്തെ തിരിച്ചറിഞ്ഞതായ ജോസഫ് ദൈവത്തെ താൻ ശരണം പ്രാപിക്കാൻ തുടങ്ങി. നോക്കിക്കേ, ആ ജോസഫിൻ്റെ ജീവിത ചരിത്രം. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് പോയവനായ ഈ ജോസഫിനെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിലിട്ടു. എന്ന് മാത്രമല്ല, ഇസ്മായേലിയരായ കച്ചവടക്കാർക്ക് അവനെ വിറ്റു. അങ്ങനെ ജോസഫിൻ്റെ ചരിത്രം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ദൈവത്തിന് ജോസഫിനെ ആവശ്യമാണ് എന്ന് ജോസഫ് തിരിച്ചറിഞ്ഞപ്പോൾ ജോസഫ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ടെന്താ സംഭവിച്ചത്? ജോസഫിനെ ദൈവം ഉയർത്താനിടയായി തീർന്നു. ഇതുപോലെയാണ് ദാവീദും. തൻ്റെ സഹോദരന്മാരുടെ നടുവിൽ അവൻ ഏറ്റവും ഇളയവനാണ്. സഹോദരന്മാരെല്ലാം രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ ഈ ദാവീദ് മാത്രം ഒതുക്കപ്പെട്ടവനായി മാറി. ദാവീദിന് ദൈവത്തിന് ആവശ്യമായിരുന്നു. അത് ദാവീദ് തിരിച്ചറിഞ്ഞു. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് എന്നെ ആവശ്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നിടത്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം ഇരിക്കുന്നത്. ഞാൻ ഇന്ന് ഒരു പ്രധാനപ്പെട്ട വാക്യമാണ് നിങ്ങളുടെ ഭാഗം വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനായി നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 31-ാം വാക്യം. അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ ആ 29-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ യേശു ഒലിവുമലയരികെ ബെത്ഫഗയ്ക്കും ബഥാനിക്കും സമീപിച്ചപ്പോൾ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ടുവരുവീൻ. യേശു പറയുന്നു, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ നോക്കിയൊക്കെ, ആരും കയറിയിട്ടില്ലാത്തതായ ഈ കഴുതക്കുട്ടി, പക്ഷേ യേശുവിന് ആവശ്യമുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്, ദൈവത്തിന് ആവശ്യങ്ങളോ? അതെ, ദൈവത്തിന് ഭൂമിയിൽ ആവശ്യങ്ങളുണ്ട്. ദൈവം മനുഷ്യരിലൂടെയാണ് തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. ആര് ദൈവത്തിന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് ചിന്തിക്കുന്നുവോ അവിടെ അവരുടെ ജീവിതത്തിൻ്റെ വിജയം ആരംഭിക്കുക. മനുഷ്യർ തള്ളിക്കളയും, ലോകം ഒതുക്കിക്കളയും, നിന്നെ എല്ലായിടത്തുനിന്നും മനുഷ്യർ മാറ്റിക്കളയും. പക്ഷേ യേശു ഒരിക്കലും കൈവിടത്തില്ല. അവൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് അവന് നിന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സന്നിധിയിൽ നീ ആയിരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിനെ നിന്നെ മാനിക്കുവാൻ കഴിയും. നോക്കിക്കേ, ഈ കഴുതയ്ക്ക് എന്താ സംഭവിച്ചത്? യേശു അവിടെ സൂചന കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ചോദിക്കും,
അതുവരെ ആർക്കും വേണ്ടാത്തതായി ഈ കഴുതക്കുട്ടിയെ യേശു ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ആളുകൾ അതിനോട് അവകാശവാദം പറയുക. പക്ഷേ യേശു പറയുന്നു, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുവേൻ. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ടോ? ലോകത്തിലൊരാൾക്ക് പോലും നിന്നെ തടയുവാൻ കഴിയത്തില്ല. ദൈവത്തിനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ലോകത്തിൽ ഒരു ശക്തിക്ക് പോലും നിന്നെ ഒതുക്കി വയ്ക്കാൻ കഴിയത്തില്ല. മറിച്ച് അവിടങ്ങളിലെല്ലാം ദൈവം നിന്നെ ഉപയോഗിപ്പാനിടയായിത്തീരും. ദൈവം ഉപയോഗിക്കുമ്പോൾ ഈ കഴുതയ്ക്ക് സംഭവിച്ചതുപോലെ നമുക്ക് സംഭവിക്കും. എന്താണ്? ഇതുവരെ ആരും കൊടുക്കാത്തതായി ബഹുമാനം ആ കഴുതയ്ക്ക് ലഭിച്ചു. കഴിഞ്ഞ നാളുകളൊക്കെ ഈ കഴുത അത് ഒറ്റപ്പെട്ടതും വെറുക്കപ്പെട്ടതും ഉപേക്ഷിക്കപ്പെട്ടതുമായിരുന്നു. പക്ഷേ യേശുവിന് ആവശ്യം വന്നപ്പോൾ അത് മാനിക്കപ്പെടാനിടയായി തീർന്നു. കനായിലെ കൽപ്പാത്രത്തിൻ്റെ കാര്യം അതുപോലെ തന്നെയാണ്. ആർക്കും വേണ്ടാത്ത കൽപ്പാത്രം, പക്ഷേ യേശുവിന് ആവശ്യം വന്നപ്പോൾ അത് ലോകമറിയപ്പെടുന്ന പാത്രങ്ങളായിട്ട് മാറി. അതെ, നിങ്ങളെയും ദൈവം മാനിക്കും, നിങ്ങളെയും ദൈവം സഹായിക്കും. പക്ഷേ ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് തിരിച്ചറിയുന്നിടത്താണ് ദൈവപ്രവൃത്തിയുടെ ആ വെളിപ്പെടൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് ജീവിതത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവരോ തള്ളപ്പെട്ടവരോ ഒതുക്കപ്പെട്ടവരോ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടവരോ ആണെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങളോടൊരു മെസ്സേജ് പറയട്ടെ. ദൈവത്തിന് നിങ്ങളെക്കൊണ്ട് ആവശ്യമുണ്ട്. അത് തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയ വിജയമായി മാറും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ഈ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ സന്ദേശം അനേകരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും വിടുതലുമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ജീവിതത്തിൽ ഒറ്റപ്പെട്ട അനുഭവങ്ങളിലൂടെ, ആരാലും സ്വീകരിക്കപ്പെടാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇന്നു മുതൽ യേശുവിന് അവരെ ആവശ്യമുണ്ട് എന്നുള്ള ആ ചിന്തയിലേക്കും അതിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സമർപ്പണത്തിലേക്കും അവർ കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പുതിയ പുതിയ ആളുകൾക്ക് ഈ സന്ദേശങ്ങൾ കൈമാറുക. നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. എല്ലാവർക്കും ദൈവം നല്ലൊരു പ്രഭാതം നൽകട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.